ഹായ് ഫ്രണ്ട്സ്, കിൻസെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് ഇൻഡക്ഷൻ കുക്കർ. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഏറ്റവും കൂടുതൽ റിവ്യൂ ഉള്ള, അതായത് ഏകദേശം 3.25 ലക്ഷത്തോളം ആൾക്കാരുടെ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. പിന്നെ നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റും. അതായത് 1000 രൂപ തൊട്ട് 1500 റേഞ്ചിൽ പലരും ഇത് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ചത് 1300 രൂപയ്ക്കാണ്. ബിഗ് ബില്യൺ ഡേയ്സിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1000 രൂപയ്ക്ക് ഈ ഇൻഡക്ഷൻ കുക്കർ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 1 ഇയർ വാറന്റി ആണ്. 1800 വാട്ട്സ് ആണ് ഇതിന്റെ റേറ്റിംഗ്. പിന്നെ നമ്മൾ അതായത് നമുക്ക് ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആദ്യകാലത്തെ ഒരു ഇൻഡക്ഷൻ കുക്കറാണ് ഇത്. അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് നോക്കാം. അപ്പൊ നമ്മുടെ ബോക്സിന്റെ ഇപ്രാവശ്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഡിഷസ് എല്ലാ മെനൂസും ഉണ്ട്. അതായത് നമ്മുടെ ഈ ഡിഷസിന്റെ എല്ലാ മെനൂസും നമുക്ക് ഒറ്റ ക്ലിക്കിൽ ചെയ്യാൻ രീതിയിൽ ഇവിടെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മൾ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ 1 ഇയർ വാറന്റി ആണ് ഈ ഇൻഡക്ഷൻ കുക്കറിനുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ റേറ്റിംഗ് 1800 വാട്ട്സ് ആണ്. ഇതിന്റെ ബട്ടൺ സ്റ്റൈൽ സോഫ്റ്റ് പുഷ് ആണ്. അതായത് നമ്മുടെ ടച്ച് ബട്ടൺ ഒന്നും അല്ല വരുന്നത്. നമ്മുടെ പഴയ ഇൻഡക്ഷൻ കുക്കറിന്റെ ആ ഒരു മോഡൽ സ്വിച്ച് ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഇതിന്റെ മെനു ബാർ കാണിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ ഇന്ത്യൻ ഡിഷസിന്റെ എല്ലാം ബട്ടൺ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ദോശ, ഡീപ് ഫ്രൈ, പ്രഷർ കുക്ക്, ബോയിൽ മിൽക്ക്, കറി, ഇഡ്ഡലി. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ഇവർ പറയുന്നത് നമ്മുടെ മിൽക്ക് ആണെങ്കിൽ നമുക്ക് തിളച്ച് തുളുമ്പി പോകാതെ കുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഇവര് ഇതിനകത്ത് പ്രത്യേകത പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ബോക്സ് മാറ്റാം. ഇതാണ് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ. അപ്പൊ നമുക്ക് തുറക്കുമ്പോൾ നമുക്കൊരു വാറന്റി കാർഡ് കാണാം. നമുക്ക് 1 ഇയർ വാറന്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മിൽക്കിന്റെ കാര്യം ഇവിടെ ഇവരെ എടുത്തു പോയിട്ടുണ്ട്. പിന്നെ 2 സെൻസറിന്റെ കാര്യം പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ 2 സ്മാർട്ട് സെൻസേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് തുറന്ന് നോക്കുവാണെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തിയറി വെച്ചാണ് ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഇതിന്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെന്റ് എത്ര ഡിഗ്രി വരെയൊക്കെയാണ് പോകുന്നത്, പിന്നെ എന്താണ് നമുക്ക് ടൈമറൊക്കെ എത്ര നേരം വർക്ക് ചെയ്യിക്കാൻ പറ്റും അത്. പിന്നെ ഇതിന്റെ പാർട്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, സ്വിച്ചസിന്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഓപ്പറേഷൻ സ്റ്റെപ്പ്, അങ്ങനെ ബേസിക് കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാറന്റി ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എഴുതണം. പിന്നെ നമ്മൾ ഇപ്പുറം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ടൈപ്പ് പാത്രങ്ങൾ വെക്കാം, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ, കാസ്റ്റ് അയൺ ഓർ ഇനാമൽ അയൺ പോട്ട്, അങ്ങനെ പാത്രങ്ങളൊക്കെ വെക്കാം. 12 സെന്റിമീറ്റർ ഡയമീറ്റർ താഴെയുള്ള പാത്രങ്ങൾ വെക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ഹൗ ടു ക്ലീൻ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ വാക്വം ക്ലീനർ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിന്റെ വെന്റ് ഒക്കെ ക്ലീൻ ചെയ്യുന്നത്. ബാക്കിയൊക്കെ ക്ലീൻ ചെയ്ത് നമ്മുടെ സാധാ തുണി ഉപയോഗിച്ച് നമ്മുടെ ക്ലീനർ, അതായത് വേറെ ലോഷൻസും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ സാധാരണ സോപ്പ് അല്ലെങ്കിൽ സോപ്പ് പൊടിയൊക്കെ ഉപയോഗിച്ചാണ്, ഡിഷ് വാഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ വാറന്റി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എറർ കോഡുകൾ, അതായത് നമുക്ക് ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യാതെ വരുമ്പോൾ നമുക്ക് ഓരോ സമയത്ത് ഓരോ എറർ കോഡ് കാണിക്കും. അതായത് ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ, ഒരു ഇൻഡക്ഷൻ കുക്കർ ഓൺ ആക്കിയിട്ട് നമ്മൾ പാത്രം വെച്ചെങ്കിൽ നമ്മളൊരു എറർ കോഡ് കാണിക്കും. അങ്ങനെ പലവിധ എറർ കോഡുകളുണ്ട്. അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഈ പേപ്പറിലെ ഡീറ്റെയിൽസ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈമർ സ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ബട്ടൺ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറന്റ് വോൾട്ടേജ് നമുക്ക് കാണാൻ പറ്റും. പവർ കുറയ്ക്കുന്നത് ഇത് നമ്മുടെ പവർ ഓൺ ഓഫ് സ്വിച്ച്, ഇത് മാനുവൽ സ്വിച്ച്, ഡീപ് ഫ്രൈ, ദോശ, ഹീറ്റ് മിൽക്ക്, കറി, അങ്ങനെ പല മെനു ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ഒന്ന് ഓൺ ആക്കി നോക്കാം. ഞാൻ എന്തായാലും കുറച്ച് പാൽ എടുത്തിട്ടുണ്ട്. ഇവര് പറയുന്നത് നമുക്ക് പാല് തിളച്ച് ചാടി പോകില്ല എന്നാണ്. അപ്പൊ നമുക്ക് എന്തായാലും പാലൊന്ന് ചൂടാക്കി നോക്കാം. പവർ ഓൺ ചെയ്തു. അപ്പൊ നമ്മൾ മിൽക്കിന് ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം നമ്മുടെ ഈ മൂടയിലൊക്കെ ചെറിയ വേർപ്പ് തുള്ളികൾ വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇതിപ്പോൾ നമ്മുടെ 1800 വാട്ട്സ് വരെ ഉണ്ട്. ഇതിപ്പോൾ 80 വാട്ട്സിലാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് ജസ്റ്റ് ഒന്ന് ഓണാവും, അതായത് ആ കോല് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ആവും, പിന്നെ അത് കട്ട് ഓഫ് ആവും. അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് ആവുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ പാല് തിളച്ച് പോത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാം നമ്മുടെ പാല് ഇത് തിളച്ചിട്ടുണ്ട്. ഇത് എന്തായാലും തിളച്ച് ചാടി പോകത്തില്ല. ഇപ്പം നമ്മളെന്താണ്, നമുക്ക് മാനുവലി നമുക്ക് ചെയ്യാം. അതായത് മാനുവലി നമ്മൾ ഈ ഇൻഡക്ഷൻ കുക്കറിൽ 80 വാട്ട്സിലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പാല് തിളച്ചാടി പോകത്തില്ല. അതുപോലെ നമ്മളിപ്പോൾ നമ്മൾ മാനുവലി ബാക്കിയൊക്കെ നിൽക്കുകയാണെങ്കിൽ കറിക്കാണെങ്കിൽ 1200, അതുപോലെ നമ്മുടെ സൂപ്പാണെങ്കിൽ 160, പ്രഷർ കുക്കാണെങ്കിൽ 1000 വാട്ട്സ്, ഇഡ്ഡലി ആണെങ്കിൽ 1000, അതുപോലെ ഡീപ്പ് ഫ്രൈ ആണെങ്കിൽ 1800, അങ്ങനെ പലതിനും. അതുപോലെ ദോശ 1200, നമ്മുടെ മിൽക്കാണ് 80, അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. നമുക്ക് എന്തായാലും പാല് തിളച്ചുകൊണ്ട് നമുക്ക് നിർത്താം ഇത്. അത് നമ്മൾ ഇൻഡക്ഷൻ കുക്കർ നമ്മൾ നിർത്തുമ്പോൾ നമ്മുടെ പവർ ഓഫ് ചെയ്തിട്ട്
ഈ ഫാൻ കറങ്ങി നിന്നതിന് ശേഷം മാത്രമേ നമ്മുടെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാവൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഇൻഡക്ഷൻ കുക്കറിന്റെ വീഡിയോ ഇഷ്ടമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഈ ചാനൽ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിലും നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത കണ്ടുകൊണ്ടാവും എന്ന പ്രതീക്ഷയിൽ. അതുവരെ സ്റ്റേ ട്യൂൺ വിത്ത് ക്ലീൻ സ്റ്റൈൽ.